നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആര്യവൈദ്യ ഫാർമസി AVP സ്ഥാപകന്റെ മകളെ ഇപ്പോൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പരേതനായ PV രാമവാര്യരുടെ മകൾ കസ്തൂരി G കുട്ടിയാണ് നഞ്ചുണ്ടാപുരം റോഡിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 83 വയസ്സാണ് പ്രായം. മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ കൈകാലുകൾ ബന്ധിച്ച് വായ ഒരു പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു മൃതദേഹം. പ്രാഥമിക നിഗമനത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കവർച്ചാ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നഞ്ചുണ്ടാപുരം റോഡിലെ പാസൻ അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയാണ് കസ്തൂരി. മകൻ ഡോക്ടർ രാംകുമാർ കുട്ടിക്കൊപ്പമാണ് കസ്തൂരി താമസിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം കുറച്ചു ദിവസങ്ങളായിട്ട് വിദേശ യാത്രയിലായിരുന്നു. ഈ സമയമെല്ലാം തന്നെ കസ്തൂരി 83 വയസ്സുള്ള കസ്തൂരി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. വെള്ളിയാഴ്ച രാവിലെ TVH നഗറിൽ താമസിക്കുന്ന മകൾ പലതവണ ഫോണിൽ വിളിച്ചിട്ടും അമ്മയെ കിട്ടാതായതോടെയാണ് അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. അവർ എത്തി നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ കട്ടിലിൽ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ രാമനാഥപുരം പോലീസിൽ വിവരമറിയിച്ചു. വീട്ടിലെ അലമാരകളെല്ലാം തന്നെ കുത്തി തുറന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഒരു മോഷണ ശ്രമത്തിനിടെ നടന്നിട്ടുള്ള കൊലപാതകമാണ് ഇതെന്ന് തെളിഞ്ഞിരിക്കുന്നത്. കസ്തൂരി ധരിച്ചിരുന്ന ഏകദേശം 2 പവന്റെ മാല നഷ്ടപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റെന്തെങ്കിലും കവർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് പരിശോധന തുടരുകയാണ്. പലയിടത്തും പല സാധനങ്ങളും വലിച്ചു വാരിയിട്ട നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പ്രധാനമായും സംശയിക്കുന്നത് വീട്ടിലെ സഹായിയായിട്ടുള്ള നേപ്പാൾ സ്വദേശിനി സുർജ റോക്കിയെ സംഭവത്തിന് ശേഷം കാണാതായിട്ടുണ്ട്. ഈ വീട്ടിലെ ജോലിക്കാരി സുർജ റോക്കി 37 വയസ്സാണ് പ്രായം. പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചപ്പോൾ വെള്ളിയാഴ്ച രാത്രി 12:15 3 പേർ ഫ്ളാറ്റിലെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സുർജി റോക്കി ഇവർക്ക് വാതിൽ തുറന്നു നൽകുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ സുർജി റോക്കിയുടെ കൂട്ടാളികൾ തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. സുർജി റോക്കി തന്നെയാണ് അകത്തു നിന്ന് വാതിൽ തുറന്നു കടത്ത് ഈ മോഷ്ടാക്കളെ അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. സുർജി അടക്കം 4 പേർ പിന്നീട് ബാഗുകളുമായിട്ട് വീടിന്റെ മതിൽ ചാടിക്കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അകത്തു നിന്നുള്ള ഒരാളുടെ സഹായത്താലാണ് ഈ മോഷ്ടാക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഈ 83 വയസ്സുള്ള ഈ ഒരു പ്രായം ചെന്ന അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മോഷ്ടിച്ച് അതിനുശേഷം അവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കുന്നത്. കാരണം ഈ മകന്റെ ഒപ്പമാണ് ഈ അമ്മ താമസിക്കുന്നത് എന്ന് പറയുന്നു. മകൻ വീട്ടിലില്ലാത്ത സമയം നോക്കിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. സംഭവത്തിൽ വീട്ടുജോലിക്കാരിക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേപ്പാൾ സ്വദേശിനിയാണെന്നാണ് റിപ്പോർട്ടുകൾ. കസ്തൂരിയുടെ കഴുത്തിലെ സ്വർണ്ണമാല കാണാതായിട്ടുണ്ട്. വീട്ടിൽ നിന്നും മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മകൻ മടങ്ങിയെത്തി പരിശോധിച്ച ശേഷമേ വ്യക്തമാകൂ എന്നും പോലീസ് പറഞ്ഞു. കോയമ്പത്തൂർ ഡെപ്യൂട്ടി കമ്മീഷണർ G കാർത്തികേയന്റെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. 24 മണിക്കൂറും സുരക്ഷാ ജീവനക്കാരുള്ള വില്ലയാണിത്. വീട്ടിൽ നിന്നും കാണാതായ സുർജ 4 മാസം മുമ്പാണ് സ്വകാര്യ ഏജൻസി വഴി കസ്തൂരിയെ ശുശ്രൂഷിക്കാനായി ജോലിക്ക് എത്തിയത്. അതായത് 4 മാസത്തോളം ഈ വീട്ടുകാരുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റി അവിടെ വിശ്വസ്തയായിട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. വീടിന്റെ പരിസരത്ത് തന്നെ CCTV ഉണ്ടായിരുന്നതാണ് പ്രതികളെ വേഗത്തിൽ കുടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിരിക്കുന്നത്. വീടിന്റെ പരിസരത്ത് നിന്നും സുർജയുടെ മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. മതിൽ ചാടിക്കടക്കുന്നതിനിടെ വീണു പോയതാകാമെന്ന് കരുതുന്നു. അതിനുള്ളിൽ ഒരു പക്ഷേ മറ്റു മോഷ്ടാക്കളുടെ വിശദാംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അരമണിക്കൂറിനുള്ളിലാണ് സംഘം മടങ്ങി പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ അരമണിക്കൂറിനുള്ളിലാണ് ഏകദേശം രാത്രി 12:15 സുർജി ഇവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അരമണിക്കൂറോളം ആ അരമണിക്കൂറിനുള്ളിലാണ് കസ്തൂരി അമ്മയെ കൊലപ്പെടുത്തുകയും സാധനങ്ങൾ കിട്ടാവുന്നതൊക്കെ തന്നെ മോഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നത്. മാല നഷ്ടമായിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും വസ്തുക്കൾ നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് മകൻ മടങ്ങിയെത്തി വീട് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും മനസ്സിലാവുക. ഹോം നഴ്സിന്റെ മൊബൈൽ ഫോൺ വീടിന് സമീപത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
24 മണിക്കൂറും സുരക്ഷാ ജീവനക്കാരുള്ള അപ്പാർട്ട്മെന്റിലാണ് അതിക്രൂരമായ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതിന്റെ നടുക്കത്തിലാണ് അപ്പാർട്ട്മെന്റിലുള്ള മറ്റു ജീവനക്കാരും അതുപോലെ തന്നെ അയൽവാസികളും. ഡെപ്യൂട്ടി കമ്മീഷണർ കാർത്തികേയൻ, അസിസ്റ്റന്റ് കമ്മീഷണർ വസന്തരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കേസ് അന്വേഷണത്തിനായി 6 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. മൃതദേഹം കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാരം ഇന്ന് രാവിലെ 7-ന് നഞ്ചുണ്ടാപുരം ഈശാ ശ്മശാനത്തിൽ നടക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം തുടങ്ങിയതായി ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ജോലിക്കാരിയുടെ മൊബൈൽ ഫോൺ വീടിന് സമീപത്തു നിന്ന് കിട്ടിയതും കേസിലെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു തെളിവാണ്. ഫോറൻസിക് സംഘം അടക്കം എത്തി സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തി. 3 യുവാക്കളാണ് വീട്ടിൽ വരുന്നതിന്റെ CCTV ദൃശ്യങ്ങളും തിരിച്ച് അവരോടൊപ്പം ഈ സുർജ റോക്കി എന്ന് പറയുന്ന 37 വയസ്സുള്ള വീട്ടുജോലിക്കാരി പോകുന്നതിന്റെ ദൃശ്യങ്ങളും ലഭിച്ചിരിക്കുന്നത്. ഇവർക്കും നേപ്പാളി യുവതിക്കും കൊലപാതകവുമായി ബന്ധമുണ്ടാകും എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇനി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പല മേഖലകളിലും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ പിടികൂടിയാൽ മാത്രമായിരിക്കും മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, ഇവർ ഇത്തരത്തിലുള്ള ഒരു കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ സംഘമാണോ, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്, എങ്ങനെയാണ് ഈ പറയുന്ന ഹോം നേഴ്സിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീട്ടുജോലിക്കാരിയുടെ ഒരു ഏജൻസിയുമായിട്ട് ഇവരെങ്ങനെ ബന്ധപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും പ്രതികളെ പിടികൂടുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതിനുശേഷം മാത്രമായിരിക്കും അവരെ ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായകമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉത്തരം ലഭ്യമാവുകയുള്ളൂ.